മാന്ത്രിക താലി. ഹൃദ്ര കുളിച്ച ശേഷം നനഞ്ഞ തുണിയെല്ലാം വാഷിംഗ് മെഷീനിലിട്ടു. പാവാടയിൽ നല്ല രീതിയിൽ പായൽ പൊട്ടിപ്പിടിച്ചിട്ടുണ്ട്. ഒരുവിധം കൈകൊണ്ട് തിരുമ്മിട്ട വാഷിംഗ് മെഷീനിലിട്ടത്. കറുത്ത പെനിനും പലാസയിട്ട് മുടി ടവലുകൊണ്ട് തോർത്തിക്കെട്ടി താഴേക്ക് വന്നു. ഊണെല്ലാവരും കഴിച്ചിരുന്നു. ഇനി അപ്പച്ചിയും ആനും ഹൃദ്രയും കൂടിയുണ്ട്. ഹൃദ്രയെ കണ്ടപാട് അപ്പച്ചി പറഞ്ഞു, നീ വന്നോ? ഞാൻ കരുതി പിണങ്ങിനി ആഹാരം കഴിക്കില്ലെന്ന്. നിന്നെ വിളിക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പച്ചി ബെസ്റ്റ് ആളുടെ കാര്യമാണ് പറയുന്നത്. ഇവിടെ ഭൂകമ്പം നടന്നപ്പോലും മാറി ഫുഡ് കഴിക്കാൻ കിട്ടുന്ന ചാൻസ് കിട്ടിയ അതും തട്ടുന്ന ഇനമാണ്. എടി പീക്കരി, ഈ ഫുഡ് വിട്ടിട്ടുള്ള കളിയൊന്നുമില്ല. വാ നമുക്ക് കഴിക്കാം. സമയം 1:30 കാശിന്ന് കഴിക്കാൻ വന്നില്ല. അതെന്താ? നിന്റെ കെട്ടിയാൻ ചിലപ്പോ പണിക്കാരന്റെ കൂടെ ഇരുന്ന് കഴിച്ചു കാണും. അങ്ങനെയൊക്കെ കഴിക്കുമോ ചേട്ടൻ? അവിടെ ഒരു അയ്യപ്പൻ ചേട്ടനുണ്ട്, എക്സ് മിലിറ്ററി. അവിടെ ഷെഫായിരുന്നു പുള്ളി. പുള്ളിയുടെ അമ്മക്ക് വയ്യാത്തോണ്ടേ തിരിച്ചു പോകുന്നതാ പണ്ട്. അത് കാരണം കൃഷിയിലേക്ക് ഇറങ്ങി. വൃത്തിയും വെടുപ്പോയി നല്ല ഒന്നാമതൊരു ആഹാരം ഉണ്ടാക്കും. കാശി കൃഷിയിലേക്ക് ഇറങ്ങിയപ്പോ തൊട്ട് അവന്റെ വലങ്കയ്യാ. നന്നായിട്ട് അധ്വാനിക്കുകയും ചെയ്യും, അതുപോലെ ആഹാരം ഉണ്ടാക്കും. നല്ലൊരു മനുഷ്യനുമാ. ചുരുക്കി പറഞ്ഞു, അവൻ ഇടപെടുന്നവര് ചുരുക്കം ചിലരിലൊരാൾ. അവൻ ജോലിക്ക് പോകുമ്പോ ഈ കൃഷിയുടെ മറ്റു കാര്യങ്ങളൊക്കെ മേൽനോട്ടം പുള്ളിയാ. ഇങ്ങനെ ആളുകളുണ്ടല്ലേ? അതുമാത്രമല്ല മോളെ ഹൃദ്രേ, ഈ അയ്യപ്പൻ ചേട്ടനും അമ്പിളി ചേച്ചിക്ക് ഒരു മകളുണ്ട്, നേത്ര അയ്യപ്പൻ. നമ്മുടെ കാശിയുടെ വംശിയുടെ കൂടെ ചെറുപ്പം മുതൽ പഠിച്ച് ഒരുമിച്ച് കളിച്ചു വളർന്നവരാ. അവര് 3 പേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഒരുമിച്ച അവരുടെ ജോലി. അതിന് ഇറ്റ്സ് നാച്ചുറൽ. അതെ, ആരും ശരിവെച്ചു. എടി പൊട്ടികളെ, അവൾക്ക് കാശിയോട് പ്രണയമാണ്. ഹൃദ്ര ഞെട്ടി കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു. പ്രണയമോ? അതും എന്റെ ഇച്ചയോടോ? അപ്പച്ചി അവളുടെ തന്റെ കൈകൊണ്ട് അമർത്തി പിടിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ പൊന്നു കൊച്ചു ഒന്നും മിണ്ടാതിരി, ഉറങ്ങിയവരെ ഉണർത്താതെ. അവള് തലയാട്ടി. അപ്പച്ചി അവളുടെ വായിൽ നിന്ന് കൈയെടുത്തു. എന്നിട്ട് ബാക്കി പറ. എന്നിട്ട് എന്താ? അവള് നിന്നെ പോലെ ഓന്ത് നിറം മാറുന്ന സ്വഭാവമൊന്നുമല്ല. നേത്ര പ്രണയം പറഞ്ഞു. കാശി എന്ത് മറുപടി പറഞ്ഞൊന്നറിയില്ല. അയ്യോ, അപ്പൊ ചേട്ടന് ആ പെണ്ണോട് ഇഷ്ടമുണ്ടോ? അറിയില്ല ആനേ. പക്ഷെ അവളോട് അങ്ങനെ ദേഷ്യപ്പെടുന്നൊന്നും കണ്ടിട്ടില്ല. പണ്ടത്തെ പോലെ തന്നെയാ 3 പേരും. അപ്പൊ എല്ലാവർക്കും അറിയോ? അറിയാതെ പിന്നെ? ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം, അയ്യപ്പൻ ചേട്ടൻ ഉൾപ്പെടെ. കാശിയുടെ സ്റ്റാൻഡ് എന്താണ് നേത്രയുടെ കാര്യത്തിലെന്ന് അറിഞ്ഞിരുന്നേലേ ഈ വിവാഹം നടന്നേനെ. ഹൃദ്ര അപ്പച്ചിയെ കൂർപ്പിച്ചു നോക്കി. അത് പിന്നെ ഒരു ഫ്ലോക്ക് വന്നതാ. അല്ല, അപ്പൊ എന്നെ എങ്ങനെ കല്യാണം കഴിച്ചു? അത് അപ്പുവിന്റെ പ്ലാനായിരുന്നു. കാശി അവന് വാക്ക് കൊടുത്തു പോലും. അപ്പു വിവാഹം കഴിക്കുന്ന അന്ന് തന്നെ അവന്റെ നടത്താൻ. അല്ലേലേ അപ്പു അവനെ പോലെ ആകുമെന്ന്. പിന്നെ കാശിയോ ഒക്കെ പറഞ്ഞു. ഞാൻ എങ്ങനെ വന്നു? അത് മാട്രിമോണിയിൽ അപ്പുവിന് വേണ്ടി നോക്കിയപ്പോഴേ എല്ലാവർക്കും ആനെ ഇഷ്ടപ്പെട്ടു. അവന് നോക്കി പറഞ്ഞു, നിങ്ങളുടെ പാരന്റ്സിനെ വിളിച്ച് ചോദിച്ചപ്പോഴേ നിങ്ങൾ 2 പേരും ഒരു വീട്ടിലേക്ക് കെട്ടിപ്പോളൂന്ന് ഡിമാൻഡ് ഉണ്ടെന്ന്. അപ്പോ ഞാൻ എന്നെ പിടിച്ചുകൊണ്ട് കാശിക്ക് ഹൃദ്രയെ ആലോചിച്ചു. അവന്റെ സ്വഭാവം എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം പെട്ടെന്ന് അങ്ങ് നടത്തി. എന്റെ അപ്പച്ചി, ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലേ? നേത്ര അവൾ എന്തുകൊണ്ട് ആലോചിച്ചില്ല? ഇനി അത് വീണ്ടും അവതരിപ്പിച്ചാലേ മുമ്പേ പറഞ്ഞ പോലെ തീരുമാനം മാറ്റിയാലും അപ്പൊ പിന്നെ റിസ്ക് എടുക്കാൻ താല്പര്യം തോന്നിയില്ല. പിന്നെ കാശി നേത്രയുടെ കാര്യം ഒന്നും അവതരിപ്പിച്ചില്ല. അമ്മയ്ക്കറിയാം നിങ്ങളുടെ 2 പേരുടെയും കാര്യം ഒരുപോലെ ഇഷ്ടമായി. പിന്നെ അതങ്ങനെ അങ്ങ് നടന്നു. ഓ, അപ്പൊ ജസ്റ്റ് മിസ്സിന് ഞാൻ ഈ വീട്ടിൽ വന്നു. അല്ല നേത്ര ആയനെ 2 പേരും അതിന് നെടുവീർപ്പോടെ ശരിവെച്ചു. എടി മക്കളെ വാ, സംസാരിച്ചപ്പോ വീണ്ടും സമയം 2 ആ, കുത്തരി ചോറ്, സാമ്പാർ, ക്യാബേജ് തോരൻ, മീൻകറി, തൈര്, പപ്പടം. ഇതാണ് ഉച്ചക്ക്. ഹൃദ്രക്ക് നല്ല വിശപ്പുള്ളത് കൊണ്ട് തന്നെ ഒരുപാട് കഴിച്ചു. അവസാനം വയറ് നിറഞ്ഞ് കസേരയിൽ നിന്ന് എഴുന്നേക്കാൻ പറ്റാത്ത അവസ്ഥയായി. ഒരുവിധം പാത്രവും കഴുകി 3 പേരും കൂടി അടുക്കള സൈഡിലെ വരാന്തയിലിരുന്നു. നല്ല കാറ്റുമുണ്ട്. നിങ്ങൾ കുളം കണ്ടിട്ടുണ്ടോ? ആ, ഞാൻ ചിന്തിക്കാതിരുന്നില്ല. ഇത്രയും വലിയൊരു തറവാട്ടില് ഒരു കുളത്തിന് ചാൻസ് ഉണ്ടല്ലോ ഒന്ന്. ഹൃദ്രേ, 1 ചാൻസ് അല്ല, 2 ചാൻസ് ഉണ്ട്. 2ഓ? അതെ ആനി, നിങ്ങൾ വാ, ഞാൻ കാണിച്ചുതരാം. 3 പേരും കൂടി അടുക്കളയുടെ പിന്നാമ്പുറത്തോട് നടന്ന് വിറകുപുരയിലേക്ക് കടന്നു. അയ്യോ, ആ പൂച്ചയെ കണ്ടില്ലല്ലോ. ഹൃദ്ര ചുറ്റും നോക്കി പറഞ്ഞു, എടി ഇന്നലെ നമ്മളെല്ലാരെയും കണ്ടതുകൊണ്ട് അത് പോയതായിരിക്കും. ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. എന്നാലും അത് എവിടെ പോയി? നീ മിണ്ടാതെ വാ. ഓ. അപ്പച്ചി വിറകുപുരയും കഴിഞ്ഞ് ഒരു പടുപ്പുര വാതിലിൽ വന്നു. പുറത്ത് നിന്ന് വാതിൽ തട്ടി തുറന്നു. ഇളം നീല നിറത്തിൽ വിശാലമായ കുളം. ചുറ്റും മതിൽ കെട്ടുകൾ കൊണ്ട് മാറി തീർത്തിട്ടുണ്ട്. സ്ത്രീകൾ കൊടുത്തുമാറാൻ
മറപ്പുരയും. വാവ്, എന്ത് രസമാണ്. അതേമാതിരി ചാടി കുളിക്കാൻ തോന്നും. ഇതിലും രസമാ കാശിയുടെ കുളം. ചേട്ടന് കുളോ? അതേ ചോദ്യമാണ് മാരിയുടെ മുഖത്തും. അതെ, ഇവിടെ കുളത്തിൽ കുളി അവനും അപ്പു അച്ചുവാ. പിന്നെ നാട്ടിലെ കുറച്ച് പിള്ളേരും വരും. ആ പിള്ളേരാണ് തല ചെറിച്ച സാധനങ്ങളാ. ഇവിടെ വന്ന് കുത്തി മറിഞ്ഞ് ബഹളമായിരുന്നു. അതൊക്കെ കൊണ്ട് അവന്റെ ഭാഷയിൽ ഈ തറവാട് പുതുക്കിപ്പണിതപ്പോ അവന്റെ റൂമിനോട് ചേർന്ന് ഒരു കുളം പണിതു. അവിടേക്ക് ആരും പോയിട്ടില്ല. പുറത്തുനിന്നുള്ള ആൾക്കാരാ ആ കുളം ഉണ്ടാക്കിയത്. ആണോ? ഛേ, ഞാനും കണ്ടില്ലല്ലോ. ഇനി കാണാമല്ലോ. ശരിയാ. കുളത്തിൽ കുറെ നേരം ചെലവഴിച്ച ശേഷം തറവാട്ടി വന്ന് 4 മണി കാപ്പി ഉണ്ടാക്കി, ചായ ഉഴുന്നോടെയും ശേഷം എല്ലാവരും കൂടെ ഇരുന്ന് രാത്രി അത്താഴം കഴിച്ച ശേഷമാണ് ഹൃദയ റൂമിലേക്ക് പോയത്. കാശി വൈകിയേ വരുമെന്ന് അപ്പു പറഞ്ഞത് അവൾ കേട്ടിരുന്നു. വിലോയെ പിന്നെ ഹൃദയ കണ്ടിട്ടില്ല. ഒന്ന് ഫ്രഷായി കബോർഡിൽ നിന്ന് സ്ലീവ്ലെസ് ടോപ്പും ആൻഡ് ഷോർട്ട്സും എടുത്തിട്ട് നൈറ്റ് ക്രീം മുഖത്ത് തേച്ചു. കാശി വന്നോന്ന് വാതിലിലേക്ക് നോക്കി. ഇന്ന് പതിവില്ലാതെ ഉറക്കം വരുന്നുണ്ട്. അവനെ കാത്തിരുന്നിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കി ഫോൺ ടേബിളിൽ വെച്ച് ബെഡ് ലാമ്പ് ഓൺ ചെയ്തു. കാശി ഒരു 11 മണിയായപ്പോഴാണ് റൂമിലേക്ക് വന്നത്. കുളത്തിൽ പോയി കുളിച്ച് കാവിമുണ്ട് മാത്രം ധരിച്ച് തലയും തോർത്തി ഫോണിൽ 1 മിനിറ്റ് എന്തോന്ന് ടൈപ്പും ചെയ്തു. തന്റെ ബെഡിന്റെ സൈഡ് ഒന്ന് കുടഞ്ഞു വിരിച്ച് മലർന്നു കിടന്ന് 2 കൈയും കോർത്ത് വയറിലും വെച്ചു. അവൻ ഹൃദയൊന്ന് നോക്കി. അവൾ തിരിഞ്ഞു കിടക്കുക. അവനൊന്ന് ദീർഘനിശ്വാസം എടുത്തു. കാശി അവളുടെ ഷോൾഡറിൽ പിടിച്ച് തിരിച്ച് ഒറ്റ നിമിഷം കൊണ്ട് അവൾ അവന്റെ നെഞ്ചിൽ അമർത്തി കിടത്തി. ഡോ രാവണ, എന്നെ വിട്ടെ, ഞാൻ തന്നോട് പിണക്കോ? ഹൃദ്ര അവന്റെ ശരീരത്തിൽ നിന്ന് കുതറി മാറാൻ ശ്രമിച്ചു. അടങ്ങി കിടക്ക ഹൃദയകുമാരി. അവൾ തല ഉയർത്തി അവന്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഹൃദ്ര, എന്തേലും ആവട്ടെ, നീ ഉറങ്ങാൻ നോക്ക്. എനിക്ക് നല്ല ക്ഷീണമുണ്ട്. ഞാൻ പിണക്കാണെന്ന്. അവൻ പെട്ടെന്ന് തന്നെ അവളെ ബെഡിലേക്ക് അമർത്തി കിടത്തി. കാശി അവളുടെ മുകളിലായി അമർന്നു. 2 കൈയും അവളുടെ 2 സൈഡിലായി വെച്ചു. ഒരു പിരിക ഉയർത്തി പറഞ്ഞു. അതെന്റെ വിഷയമല്ല, എന്റെ വിഷയമാണ്. താനൊരു മനസാക്ഷി കുത്തില്ലാതെ താൻ എന്നെ തോട്ടിലെറിഞ്ഞു. പിന്നെ ആ കവിത പിശാച് തന്റെ കട്ട കുടിച്ചെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റോറിയിലേക്ക് ഇങ്ങനെ ചെയ്യുമ്പോ രാവണൻ അവരെ ഭിത്തി തൂക്കും. താനോ എന്നെ എടുത്ത് തോട്ടിലെറിഞ്ഞു. ആ തന്നോട് ഞാൻ ഇനി മിണ്ടണോ? എന്റെ പട്ടി മിണ്ടു. ഇനി ഞാൻ എന്റെ കട്ടൻ ഗ്ലാസ് ഇവിടേക്ക് തരാതിരുന്നാ പോരെ? അവള് ദേഷ്യത്തെ അവനെ തള്ളി മാറ്റി. പെട്ടെന്നായതുകൊണ്ട് തന്നെ അവൻ പുറകിലേക്ക് മറിഞ്ഞു. അവൾ എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയതും അവൻ അവളുടെ കൈയെ പിടിച്ച് ബെഡിലേക്കിട്ട് അവൻ ബെഡിലിരുന്ന് അവളെ മടിയിലേക്കിരുത്തി. ഇങ്ങനെ ദേഷ്യപ്പെടാതെ, അവള് ചെയ്തത് തെറ്റ് തന്നെയാ. ഇനി കാണുമ്പോ താൻ തന്നെ പറഞ്ഞു. അല്ലേ വേണ്ട, ഞാൻ പറഞ്ഞോളാം അവളോട്. അച്ഛനെ നോക്കണ്ട. അവനോട് ഇക്കാര്യം പറഞ്ഞാൽ അവൻ വിശ്വസിക്കില്ല. താൻ ഇന്നലെ കയറി വന്ന പെണ്ണാ. അപ്പൊ അതിൻ്റെതായ പ്രശ്നം തനിക്ക് വീട്ടിൽ വരും. എനിക്ക് 24 hours ഇവിടെ തന്റെ കൂടെ പറ്റില്ല. അതുകൊണ്ട് ഈ സബ്ജക്റ്റ് വിട്, ഞാൻ നോക്കിക്കോളാം. ഹൃദ്രയ്ക്ക് അവൻ പറഞ്ഞത് മനസ്സിലായെങ്കിലും ആ കാഴ്ച അവളെ വല്ലാതെ നോവിക്കാൻ തുടങ്ങി. അതിനനുസരിച്ച് അവളുടെ കൈ കാശിയുടെ കയ്യിൽ മുറുകി. വാ, സമയം ഒരുപാടായി. റിസപ്ഷൻ 1 ആഴ്ച കഴിഞ്ഞ് കാണും. ഞാൻ നാളെ മുംബൈക്ക് പോകും. ഓഫീസിൽ അർജന്റായിട്ട് പെൻഡിങ് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അവൾ അവനെ കെട്ടിപ്പിടിച്ച് കിടന്നു. അവൻ അവളുടെ തലയിൽ പതിയെ തലോടി. ഹൃദ്രയ്ക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾ അങ്ങനെ കണ്ണടച്ച് കിടന്നു. സമയം അർദ്ധരാത്രിയായപ്പോ പതിയെ കാശിയുടെ കയ്യിൽ നിന്നും നൂണ്ടിറങ്ങി. ടേബിളിലിരുന്ന ഫോൺ സൈലന്റ് മോഡിലിട്ടു. പതിയെ വാതിൽ തുറന്ന് പുറത്തേക്ക് കടന്ന് വാതിൽ ചാരിയിട്ടു. സൗണ്ട് കേട്ട് മില എഴുന്നേറ്റ് നിന്നു. ഹൃദ്രയെ കണ്ടതോടെ ഒന്ന് നോക്കി. അവൻ പഴയ പോലെ തന്നെ കിടന്നു. ഹൃദ്രയ്ക്ക് മനസ്സിലായിരുന്നു കാശി തോമയോട് തന്നെ പേടിപ്പിക്കാൻ വരരുതെന്ന് പറഞ്ഞ കാര്യം. അവൾ ഫോൺ എടുത്ത് ആന്റിയെ വിളിച്ചു. അവൾ 1-2 റിംഗ് കഴിഞ്ഞ ശേഷം കോൾ എടുത്തു. അതേസമയം അപ്പച്ചിയെ ആഡ് ചെയ്തു. ഒറ്റ റിങ്ങില് അപ്പച്ചി കോൾ എടുത്തു. ആരും ഒന്നും പറയണ്ട, എല്ലാവരും അച്ഛൻ്റെ റൂമിലേക്ക് വാ എന്നും പറഞ്ഞ് അവൾ കോൾ കട്ട് ചെയ്തു. ഹൃദ്ര അച്ഛൻ്റെ റൂമിന്റെ മുന്നിലേക്ക് വന്നു. 2 പേരും വന്നു. എന്താ അടിമാരി ഈ പാതിരാത്രി വിളിച്ചത്? എന്തേലും ഉണ്ടെ നാളെ പറഞ്ഞാ പോരെ? മനുഷ്യന്റെ ഉറക്കവും കളഞ്ഞു. അതെ, എന്റെ ഡ്രാമ കാണാൻ സമ്മതിച്ചില്ലേ പെണ്ണ്. ചേട്ടനോട് ഉറക്കം വന്നെന്നും പറഞ്ഞ് വീഡിയോ കോളിൽ ചാടിയതാ. അപ്പച്ചി പറഞ്ഞു. ഒന്നും മിണ്ടാതിരി, എന്റെ ജീവിതം നായ പറ്റിയ പോലെയായി. അപ്പോഴാ നിങ്ങളുടെ ഉറക്കവും ഡ്രാമയും. അതിനിപ്പോ നിനക്ക് എന്താ പറ്റിയത്? നമ്മൾ പിരിഞ്ഞിട്ട് മണിക്കൂറുകളായതല്ലേ ഉള്ളൂ. എന്താ പറ്റിയതെന്നോ? ആ കവിത പിശാചിനെ നിങ്ങളുടെ കോശുമോന്റെ കട്ടനെ കുടിക്കും.
എന്തോന്നു? അതായത് രുദ്ര കാശി പറഞ്ഞതുൾപ്പെടെ നടന്ന സംഭവം മുഴുവനും പറഞ്ഞു. എന്നാലും കാശി, ഇതങ്ങനെ വരാൻ വഴിയില്ലല്ലോ. എന്റെ പൊന്നു തള്ളേ, കോശിയെ നോക്കി നടക്കില്ല. ശരിയാ എടി മാരി, അത് കണ്ടപ്പോ അവളുടെ ചെപ്പക്കുട്ടിക്ക് നോക്കി ഒന്ന് കൊടുക്കാൻ പാടില്ലായിരുന്ന? അതെടി മോളെ, എനിക്ക് അവളെ പണ്ടേ പിടിക്കില്ല. ആനി, അവൾക്കിട്ടൊരു പണി കൊടുക്കട്ടെ. നമ്മുടെ ക്ലീശ വിട്ടുപിടിച്ചാലോ? ശരിയാ, വയറിളക്കം, മേക്കപ്പ് ബോക്സിൽ കെമിക്കൽ ചേർക്കുന്നത്, ഓയിൽ പ്രയോഗം, വെല്ലുവിളി, മടുത്തടി ഇതൊക്കെ. അതാണ് നിന്റെ ഐഡിയ. എന്താ? തുടരും.